പരിശുദ്ധ പ്രവാചകൻ അനുഭവിച്ചതിൻ്റെ 100 നിങ്ങളോ ഞാനോ അനുഭവിച്ചാൽ നമ്മൾ നിരീശ്വര വിശ്വാസിയാവും, യാതൊരു സംശയം വേണ്ട. അപ്പനെ കണ്ടിട്ടില്ല, ഗർഭത്തിൽ വെച്ച് അച്ഛൻ മരിച്ചുപോയി. 6 വയസ്സായപ്പോൾ അമ്മ മരിച്ചു. സംരക്ഷകനായ മുത്തലിബ് 8 വയസ്സായപ്പോൾ മരിച്ചു. അനാഥ ബാല്യം. കല്യാണം കഴിച്ചു. 2 ഭാര്യമാർ മരിച്ചു. പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരിച്ചു 2 ഭാര്യമാർ. അദ്ദേഹത്തിന് മക്കളുണ്ടായി. 6 മക്കൾ അദ്ദേഹം ജീവനോടിരിക്കുമ്പോൾ മരിച്ചു. ഫാത്തിമ ഒഴിച്ച് ബാക്കി മുഴുവൻ കുട്ടികളും പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ മരിച്ചു. നമ്മുടെയൊക്കെ ഒരു കുട്ടി മരിച്ചാൽ നമ്മൾ സഹിക്കുമോ? 6 കുട്ടികൾ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ മരിച്ചു. മൂത്ത മോളെ ബാറ്റിൽ ഓഫ് ബദറിന് ശേഷം മക്കയിലുള്ള ആളുകൾ ഒട്ടകത്തിനപ്പുറത്തുനിന്ന് കുന്തത്തെ കുട്ടി താഴെ ഇറക്കി കൊന്നു. ഒരു മകൾ കൊല്ലപ്പെട്ടു. 2 മക്കൾക്ക് വിവാഹമോചനം ഉണ്ടായി. 2 പെൺമക്കൾ ഡൈവോഴ്സ്ഡായി. 2 ഡൈവോഴ്സ്. ഒരു മോൾ കൊല്ലപ്പെട്ടു. 6 കുട്ടികൾ മരിച്ചു. 4 വധശ്രമങ്ങൾ. കഷ്ടിച്ച് 2 വധശ്രമത്തിൽ നിന്ന് പ്രവാചകൻ രക്ഷപ്പെട്ടത് അത്ഭുതമെന്ന് പറയാനേ പറ്റത്തുള്ളൂ. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 4 വധശ്രമങ്ങൾ. ഇത്രയും പീഡനം ഒരു മനുഷ്യൻ ഏറ്റിട്ട് ആ പരിശുദ്ധ പ്രവാചകൻ ഇതൊക്കെ തനിക്ക് അനുഭവിക്കാൻ ഇടവരുത്തിയ പരിശുദ്ധ ദൈവത്തെ അദ്ദേഹം പരിശുദ്ധ പ്രവാചകൻ വിളിച്ചത് പരമകാരുണികനായ അള്ളാഹു എന്നാണ്. ഇവിടെയാണ് ഈശ്വര സങ്കല്പത്തിൻ്റെ ഒരു മഹത്വം, ആ ഏകദൈവ വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്.